പണ്ടൊക്കെ നമ്മള് തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അക്കിത്തത്തിന്റെ പുതിയ കവിതയാണ് നമ്മൾ വായിക്കുന്നത്. പഴയ കവിത പുതിയ രൂപത്തിൽ വായിക്കുകയാണ്. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം. ഈ കാലഘട്ടത്തിലാണ് കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജക കമ്മിറ്റി നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സായാഹ്നം എന്ന രീതിയിൽ എഴുതിരികൾ കത്തിക്കുകയും ആളുകൾക്കും എഴുതികൾ വിതരണം ചെയ്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷം വൈദ്യുതി രംഗത്ത് പവർ കട്ടില്ലാത്തൊരു 10 വർഷം കടന്നുപോയത്. ഇപ്പൊ പുതിയ ജനറേഷൻ കുട്ടികൾക്കൊക്കെ പവർ കട്ട് എന്താണെന്ന് അറിയുന്നത് ഈ കഴിഞ്ഞ 60 ദിവസങ്ങളിലാണ്. ഒരു സമയത്തും നേരത്തെ കൂട്ടി അറിയിക്കാതെ ഏത് കുട്ടികൾക്ക് പഠിക്കാനോ, അല്ലെങ്കിൽ നമുക്കറിയാം ലോകം മുഴുവൻ വേൾഡ് കപ്പ് നടന്നു. ലോകത്തിൽ എവിടെയും ഇങ്ങനെ ഒരു KCB ഓഫീസ് യുവാക്കൾ ചെന്ന് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാർ, ഉത്തരവാദിത്തമുള്ള മന്ത്രിയും ഉണ്ടായിരുന്നെങ്കിൽ, നമുക്കറിയാം മഴ കുറവുണ്ട്, അല്ലെങ്കിൽ എലീനോ ഉണ്ട്, ഇതൊക്കെയുള്ള സമയത്തും ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിനെല്ലാം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതിന് ഒരു ഉത്തരവാദിത്തമുള്ള മന്ത്രിയും അതുപോലെ തന്നെ ഒരു സർക്കാരും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്നത്തെ ദിവസം നമുക്കറിയാം ഒരു 10 പ്രാവശ്യം കറണ്ട് പോയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു തരത്തിലും ഒരു കുത്തഴിഞ്ഞ ഒരു വകുപ്പായി KCB മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലെ പോഷക സംഘടനയിലെ, ഈ വിദ്യാർത്ഥി സംഘടനയിലെ കുട്ടികളെ തള്ളി പറയുക, പോഷക സംഘടനയിലെ ആളുകൾ തള്ളി പറയുന്ന ഏകാധിപതിയായ ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് കൊണ്ടുപോകുന്ന 60 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ഏകാധിപത്യം തിരിച്ചറിയാൻ സാധിച്ച അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. തീർച്ചയായിട്ടും അതിന് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. ഞാൻ ഈ സമയത്ത് നമ്മുടെ കിങ്ങിണിക്കൂട്ടന്റെ വാക്കുകൾ ഇവിടെ പ്രയോഗിക്കുകയാണ്. കാരണം ഈ എറണംകെട്ടവൻ നാട് ഭരിച്ചാൽ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ കിങ്ങിണിക്കൂട്ടനടക്കം ഭരിക്കുന്ന ആരോഗ്യ മേഖല നമുക്ക് പറയാം. എന്താണ് അതിന്റെ സ്ഥിതി എന്നുള്ളത് അറിയാം. അപ്പൊ എല്ലാവർക്കും വീടുകളിലേക്ക് നമുക്ക് ഓർക്കട്ട് ഗവൺമെന്റ് വന്നു, ഓർക്കട്ട് തുടങ്ങി. അപ്പൊ വൈകുന്നേരം കത്തിക്കുക. ഓർക്കറ്റിനെതിരെ ഒരു പ്രതിഷേധം. പവർ കട്ട് എല്ലാവർക്കും നമസ്കാരം. വേറിട്ട പല സമര മാർഗ്ഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരു വേറിട്ട സമരം ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തി. അത് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന പ്ലേക്കാർഡ് പിടിച്ചുകൊണ്ടാണ് ആ സമരം നടത്തിയത്. തമസോമ ജ്യോതിർഗമയ, എന്നാൽ വെളിച്ചം ദുഃഖമാനുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന അക്കിത്തത്തിൻ്റെ കവിത ആലപിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തകർ പരിപാടിയിലേക്ക് കടന്നത്. സംഭവം പവർക്കട്ടാണ്. കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലില്ലാത്തൊരു പ്രതിഭാസം തിരിച്ചു വന്നിരിക്കുന്നു. ഇത് തിരിച്ചു വരാനായിട്ട് പല കാരണങ്ങളുണ്ട് എങ്കിൽ തന്നെയും ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പ്രാഥമികമായ നീഡ്സ്, ജനങ്ങളുടെ പ്രാഥമികമായ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം കറണ്ട് ഒരു മുന്നറിയിപ്പില്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും പോവാം. ഇപ്പോൾ 7:15 പോവാം, അത് ചിലപ്പോൾ ഒരു 8:10 കൂടി തിരിച്ചു വരാം, അതല്ലെങ്കിൽ 10 മണിക്ക് പോകാം. അങ്ങനെ പല സമയങ്ങളായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം നമ്മുടെ സെക്ഷൻ ഓഫീസുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അറിയാൻ സാധിക്കില്ല. ഇത് KCBയുടെ മുകളിലുള്ള ഓഫീസിൽ നിന്നും ഫീഡറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്ഷൻ ഓഫീസുകൾക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ ഓഫീസുകളിൽ നിന്ന് നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത്തവണത്തെ വേൾഡ് കപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള അന്നമനടയിൽ ഒരു കൂട്ടം യുവാക്കൾ KCB ഓഫീസിൽ നിന്ന് അതിക്രമം ഒക്കെ കാണിക്കേണ്ട സ്ഥിതി വിഷയത്തിലേക്ക് എത്തിച്ചേർന്നു. സംഭവം
കറണ്ടില്ല, വെളിച്ചമില്ല എന്നുള്ളൊരു ഘട്ടം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെ വിഷമകരമായ സാഹചര്യം ഉണ്ടാവും. ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം കറണ്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു 10 പ്രാവശ്യമെങ്കിലും മിനിമം കറണ്ട് പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ കറണ്ട് പോകുന്നത്, എന്താണ് പ്രശ്നം എന്നുള്ളത് ഇപ്പോഴും ചാലക്കുടിക്കാർക്ക് മനസ്സിലാവുന്നില്ല. ചാലക്കുടിയുടെ പല പ്രദേശങ്ങളിൽ ഇതുപോലെ കറണ്ട് പോകുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു പവർ കട്ടിനെതിരായിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമരമാർഗം കേരള കോൺഗ്രസ് എം പ്രവർത്തകർ സംഘടിപ്പിച്ചു. മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട്, അതുമാത്രമല്ല പവർ കട്ട് സമയത്ത് വീട്ടിൽ മെഴുകുതിരി കത്തിക്കാനായിട്ട് ഒരു 10-60ഓളം മെഴുകുതിരി അടങ്ങുന്ന പെട്ടികൾ, മെഴുകുതിരി പാക്കറ്റുകൾ പൊതുജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടാണ് അവർ ഈ സമരം നടത്തിയത്. ബസ്സിലെ യാത്രക്കാർക്കും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാർക്കൊക്കെയാണ് ഈ മെഴുകുതിരി പാക്കറ്റുകൾ വിതരണം ചെയ്തത്. ഇത് വിതരണം ചെയ്യുമ്പോൾ പല വീട്ടമ്മമാർക്കും ഇത് വാങ്ങിക്കുന്നതോടൊപ്പം അവരൊരു നറുപുഞ്ചിരി കൂടി സമ്മാനിച്ചുകൊണ്ടാണ് ഈ പെട്ടികളെല്ലാം മേടിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള സമരമാർഗ്ഗങ്ങൾ കണ്ണുതുറപ്പിക്കേണ്ടത് ഭരണകൂടങ്ങളെയാണ്. ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ അത് കൃത്യമായി തന്നെ അതിൽ തടസ്സം വരാതെ നിറവേറ്റി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഭരണകൂടങ്ങൾക്കുണ്ട്. കാരണങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ മഴയില്ലാത്തതും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വരാം. പക്ഷേ ഇതിക്ക് മുൻപും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും അതിനൊക്കെ ഗവൺമെൻറ്റുകൾ നേരിട്ടിരുന്നു, അതിനെ മറികടന്നിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, പവർ കട്ട് എന്ന് പറയുന്ന പ്രതിഭാസം കടന്നു വന്നിരിക്കുന്നു. വെളിച്ചം ദുഃഖമാനുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന ഒരു ഇരുണ്ട അവസ്ഥയിലേക്കാണോ കേരളം പോകുന്നതെന്ന് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ ചോദിക്കുന്നു. വ്യത്യസ്തമായിട്ട് എന്നാൽ നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയായിരുന്നു കേരള കോൺഗ്രസ് എം പ്രവർത്തകർ ചാലക്കുടിയിൽ സംഘടിപ്പിച്ചത്. ഗവൺമെന്റിന്റെ യഥാർത്ഥ മുഖം ജനത്തിന് മനസ്സിലാവുന്ന രീതിയിൽ ഓരോന്നോരോന്നായി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ 10 വർഷക്കാലം ഒരു പവർ കട്ടും ഇല്ലാതെ ജനങ്ങളെ, ആ പവർ കട്ട് എന്തെന്നറിയാത്ത ഒരു തലമുറയെ ഉണ്ടായിരുന്ന സമയത്താണ് ഇന്ന് ആ അധികാരത്തിലേറി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ഇന്നുവരെ കൃത്യമായിട്ടുള്ള വൈദ്യുതി വിതരണം നടത്താതെ ഇവിടെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീടുകളിൽ രോഗിയായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ മരുന്നുകളൊക്കെ സൂക്ഷിക്കുന്നത് നമുക്കറിയാം ഫ്രിഡ്ജും അനുബന്ധ സൗകര്യങ്ങളാണ്. ഹോസ്പിറ്റലുകൾ ആയാലും പോലും അങ്ങനെയാണ്. എല്ലാ തരത്തിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടായ ഒരു സ്ഥലത്ത് നിന്ന് താഴെത്തട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തക്കുറവ് മാത്രമല്ല, ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള സർക്കാർ ജനങ്ങളുടെ അന്തകനായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.